ഇറാനെതിരെ കടുത്ത ഭീഷണിയാണ് ആദ്യം നെതന്യാഹുവും പിന്നീട് ട്രംപും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യുദ്ധമെങ്കിൽ യുദ്ധമെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച ഇറാൻ ആയുധങ്ങൾ നിരത്തിയതോടെ സംഗതികൾ ഒറ്റ ദിവസം കൊണ്ടാണ് മാറിമറിഞ്ഞിരിക്കുന്നത്. ഇറാനിൽ ഒരു തരി മണ്ണ് വീണാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്ന പരമോന്നത നേതാവ് അയതൊള്ള അലി ഖൊമൈനിയുടെ പ്രഖ്യാപനം വരികയും ഇസ്രായേലും ഖത്തറിലേത് അടക്കം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സകല സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടും എന്ന് വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതീവ രഹസ്യമായി രാജ്യം വിടുകയും അമേരിക്ക ഖത്തറിലെ സൈനിക താവളത്തിൽ നിരത്തിയ ആയുധങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ്. നെതന്യാഹു സ്വന്തം വിമാനത്തിൽ രാജ്യം വിട്ട വാർത്ത ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിങ്സ് ഓഫ് സയൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനത്തിൻ്റെ പേര്. ഈ വിമാനത്തിലാണ് അദ്ദേഹം നാടുവിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് വിമാനം രാജ്യം വിട്ടതെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിലെ ബേർഷിബയിലുള്ള നെവാറ്റിം സൈനിക താവളത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ഇന്നലെ 3 മണിക്കായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ഗ്രീക്ക് ദ്വീപായ ക്രെറ്റയുടെ തലസ്ഥാനമായ ഹെരാക്ലിയനിലേക്കാണ് വിമാനം പറന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ബേർഷിബയിലേക്ക് വിമാനം തിരിച്ചെത്തിയെന്നും പറയുന്നുണ്ട്. പറക്കലിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. എങ്കിലും വിമാനത്തിൽ നെതന്യാഹുവും കുടുംബവും ഉണ്ടായിരുന്നതായും ഇവർ നാടുവിട്ടതായുമാണ് പറയപ്പെടുന്നത്. ഇതിനിടെ ഇറാനുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രധാന സൈനിക താവളങ്ങളിൽ നിന്ന് US സൈനികരെ പിൻവലിക്കുന്നതായി റോയിട്ടേഴ്സിൻ്റെ വാർത്തയും പുറത്തു വന്നു കഴിഞ്ഞു. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അയൽരാജ്യങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. AFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിലുള്ള ചില ഉദ്യോഗസ്ഥരോട് അവിടം വിട്ടുപോകാൻ US നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ താവളം വിടാനായിരുന്നു ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ് ഈ ഖത്തറിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ നാളിതുവരെ നെതന്യാഹുവും ട്രംപും നടത്തിയ ഭീഷണികളെല്ലാം പാഴ്വാക്കാവുകയും ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രം തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് വിജയത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. മാത്രമല്ല, ഈ സംഭവത്തോടുകൂടി ഇറാൻ ലോകശക്തികളിൽ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഒന്നായി മാറുകയും ചെയ്തു. ഇവിടെയാണ് റഷ്യ ഇറാൻ ബന്ധത്തിൻ്റെ ആഴവും വ്യക്തമാകുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കകാലത്ത് ഈ ബന്ധം വെറുമൊരു നയതന്ത്ര സൗഹൃദം മാത്രമായാണ് പലരും കണ്ടത്. പരസ്പരം കൈകൊടുത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങൾ, അത്രമാത്രം. എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തുറന്നും ആഴത്തിലുള്ളതും സൈനിക തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാന പിന്മാറ്റത്തിന് കാരണം. ഇത് വെറും ആയുധ ഇടപാടുകളിലോ സൈനിക സഹായത്തിലോ ഒതുങ്ങുന്ന സഹകരണമല്ല എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാന കാര്യം. സാമ്പത്തിക രംഗം മുതൽ ഊർജ്ജ വിതരണം വരെ, വ്യാപാര പാതകളിൽ നിന്ന് നയതന്ത്ര വേദികളിലെ പരസ്പര പിന്തുണ വരെ റഷ്യ ഇറാൻ കൂട്ടുകെട്ട് പല തലങ്ങളിലായി ശക്തിപ്പെടുകയാണ്. ഈ മാറ്റങ്ങൾ എവിടെ എത്തും, ആരെല്ലാം അതിൻ്റെ കേന്ദ്രത്തിൽ എത്തും എന്നതാണ് ഇനി ലോകവും ഉറ്റുനോക്കുന്നത്. ഒരു പാശ്ചാത്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ വിലയിരുത്തൽ പ്രകാരം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന റഷ്യ യുക്രൈനിലെ സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇറാനിൽ നിന്ന് ഏകദേശം $3 ബില്യൺ മിസൈലുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ട്. യുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപേ 2021 ഒക്ടോബർ മുതൽ തന്നെ റഷ്യയും ഇറാനും തമ്മിൽ ബാലിസ്റ്റിക് മിസൈലുകളും കരയിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ഉൾപ്പെടുന്ന വൻ കരാറുകൾ നിലവിലുണ്ടായിരുന്നുവെന്നും അവയുടെ മൂല്യം ഏകദേശം $2.7 ബില്യൺ ആണെന്നും ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറുകളുടെ ഭാഗമായി 100 കണക്കിന് ഫാത്ത 360 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, പുറമെ ഏകദേശം 500 മറ്റ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, കൂടാതെ വിമാന വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 200-ലേറെ ഉപരിതല വായു മിസൈലുകൾ എന്നിവ റഷ്യ സ്വന്തമാക്കിയതാണ് വിലയിരുത്തൽ. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതോടെ മോസ്കോയും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം വേഗത്തിൽ കൂടുതലും അടുപ്പത്തിലാവുകയായിരുന്നു. ഈ യുദ്ധം റഷ്യക്കെതിരെ വ്യാപകമായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കാണ് വഴിവെച്ചത്. ശീതയുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ലോകവുമായുള്ള ക്രെംലിൻ്റെ ഏറ്റവും അടുത്ത ഏറ്റുമുട്ടലായി ഇത് മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നുള്ള ആയുധ വിതരണങ്ങൾ റഷ്യക്ക് നിർണായകമായ പിന്തുണയായി മാറിയത്. വിലയിരുത്തലുകൾ പ്രകാരം മിസൈലുകൾ മാത്രമല്ല, ദശലക്ഷക്കണക്കിന് വെടിക്കോപ്പുകളും ഷെല്ലുകളും ഇറാൻ ഇതിനകം റഷ്യക്ക് കൈമാറിയിട്ടുണ്ട്.
കൂടുതൽ ഉപകരണങ്ങൾ ഇനിയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇതുവരെ പുറത്തുവന്ന കണക്കുകൾ റഷ്യ ഇറാനിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങളുടെ മുഴുവൻ മൂല്യവും പ്രതിനിധീകരിക്കുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നത്. 2023 തുടക്കത്തിൽ ഒപ്പുവെച്ച $1.75 ബില്യൺ മറ്റൊരു കരാറിൻ്റെ ഭാഗമായി ഗരാൻ 2 എന്ന പേരിൽ റഷ്യയിൽ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഷാഹിദ് 136 കാമിക്കാസെ ഡ്രോണുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതികവിദ്യയും ഇറാൻ കൈമാറിയിരുന്നു. യുക്രൈനിലെ ഖാർക്കിവ് പോലുള്ള നഗരങ്ങളിൽ കണ്ടെത്തപ്പെട്ട ഈ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ റഷ്യ-ഇറാൻ സൈനിക സഹകരണത്തിൻ്റെ തെളിവായി പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നുണ്ട്. മൊത്തത്തിൽ 2021 അവസാനത്തോടെ തുടങ്ങി ഇറാനിൽ സൈനിക ഉപകരണങ്ങൾക്കായി റഷ്യ $4 ബില്യൺ ചെലവഴിച്ചെന്നാണ് പാശ്ചാത്യ സുരക്ഷാ വിലയിരുത്തൽ പുറത്തുവരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തൻ്റെ ആണവ പദ്ധതിയുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യത്തിൽ 2010 മുതൽ തന്നെ ഇറാൻ റഷ്യയുമായുള്ള ബന്ധം തന്ത്രപരമായി ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ ബന്ധം ഇപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പര ആശ്രയത്വത്തിൻ്റെ രൂപം കൈവരിച്ചിരിക്കുകയുമാണ്. അതേസമയം ഇറാനകത്ത് തുടർച്ചയായി നടക്കുന്ന പ്രതിഷേധങ്ങളെ സർക്കാർ ശക്തമായി അടിച്ചമർത്തുന്നുവെന്ന വിമർശനങ്ങളും വ്യാപകമാകുന്നുണ്ട്. 2025 ജനുവരിയിൽ ഇറാനും റഷ്യയും തമ്മിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും അതിൽ പരസ്പര പ്രതിരോധ ഉടമ്പടി ഉൾപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ റഷ്യ ഇറാനെ സൈനികമായി പിന്തുണയ്ക്കുമെന്ന് തുറന്ന വാഗ്ദാനം ചെയ്തിരുന്നുമില്ല. എങ്കിലും ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും സാമ്പത്തിക വാണിജ്യ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു വ്യാപാരപാത വികസിപ്പിക്കുന്നതടക്കം ബാങ്കിംഗ്, സാമ്പത്തിക ഇടപാടുകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഈ നിലപാട് മോസ്കോ-ടെഹ്റാൻ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായാണ് കാണപ്പെടുന്നത്. ഇറാനെതിരായ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിരോധ കവചമായി റഷ്യ സ്വയം നിലകൊള്ളുക കൂടിയാണ്. ഏകപക്ഷീയമായ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അന്താരാഷ്ട്ര നിയമത്തെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ലംഘിക്കുന്നതാണെന്ന സന്ദേശമാണ് റഷ്യ ഈ പ്രതികരണത്തിലൂടെ നൽകുന്നത്. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇറാനെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പിന്തുണ തുടരുമെന്ന സൂചനയും ഇറാൻ നൽകിക്കഴിഞ്ഞു. ഈ മുഴുവൻ സംഭവവികാസങ്ങൾ വ്യക്തമാകുന്നത് ഇറാനെതിരായ ഭീഷണികൾ ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്ന പ്രശ്നമല്ല എന്നതാണ്. സൈനിക ഭീഷണികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്നും അത്തരം നീക്കങ്ങൾ മേഖലയിൽ കൂടുതൽ രക്തപാതകങ്ങളും അസ്ഥിരതയ്ക്കും മാത്രമേ വഴിവെക്കൂ എന്നും റഷ്യയും ഇറാനും ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭാഷണവും പരസ്പര ബഹുമാനവും മാത്രമാണ് സമാധാനത്തിലേക്കുള്ള വഴിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെ പിന്തുണച്ച് അമേരിക്കൻ ആധിപത്യ നയങ്ങൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നുവരുന്നത്. ടെഹ്റാനിലും ഇറാനിലെ മറ്റ് പ്രധാന നഗരങ്ങളിലുമായി തുടരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന ആരോപണം ഇറാൻ ഔദ്യോഗികമായി ശക്തിപ്പെടുത്തുക കൂടിയാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകുന്ന പുരോഹിത ഭരണകൂടം ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയെ തന്നെ അറിയിച്ചതോടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഗൗരവം കൈവന്നിട്ടുണ്ട്. ആഭ്യന്തര അസ്വസ്ഥതകൾ സ്വാഭാവിക ജനകീയ പ്രതികരണമെന്നതിലുപരി ബാഹ്യശക്തികൾ ആസൂത്രണം ചെയ്ത പ്രകോപനങ്ങളുടെ ഫലമാണെന്ന നിലപാടാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. തെരുവിലിറങ്ങിയ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കൊലയാളികൾ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ അന്താരാഷ്ട്ര വേദികളിലും തുറന്നടിച്ചാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായ അമീർ സയീദ് ഇറാവാനി സുരക്ഷാ കൗൺസിലിലേക്ക് അയച്ച കത്തിൽ നിരപരാധികളായ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും നേരിട്ടുള്ളതും നിഷേധിക്കാനാവാത്തതുമായ നിയമപരമായ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇടപെടലുകൾ നടത്തുന്ന രാജ്യങ്ങൾ തന്നെ ഇത്തരം അക്രമങ്ങൾക്ക് ഉത്തരവാദികളാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുറന്ന ലംഘനമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളും അതീവ കടുപ്പമുള്ളതായിരുന്നു. ഇറാൻ ദേശീയ സുരക്ഷാ രംഗത്തെ മുതിർന്ന നേതാവായ അലി ലാരിജാനി ഇറാനിലെ ജനങ്ങളുടെ പ്രധാന കൊലയാളികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആണെന്ന് തുറന്നടിക്കുകയുണ്ടായി. ഇറാനിയൻ പ്രതിഷേധങ്ങൾക്ക് സഹായം നൽകുന്നെന്ന ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് പിന്നാലെയായിരുന്നു ലാരിജാനിയുടെ ഈ പ്രതികരണം വന്നത്. ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള മറയാക്കി ഈ സഹായം ഉപയോഗിക്കുകയാണെന്നാണ് ഇറാൻ്റെ ആരോപണം. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കയെ ലക്ഷ്യമാക്കി ചരിത്രപരമായ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. 1979 ഇറാനിലെ ഷാ ഭരണകൂടം തകർന്നതുപോലെ തന്നെ അമേരിക്കയും ഒരു ദിവസം സമാനമായ അന്ത്യം കാണേണ്ടി വരുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. ഇറാനെക്കുറിച്ചുള്ള അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റാണെന്നും ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷിയെ അവഗണിക്കുന്ന സമീപനമാണ് വാഷിംഗ്ടൺ സ്വീകരിക്കുന്നതെന്നും ഖമേനി ആരോപിക്കുന്നുണ്ട്.
അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇറാൻ ഭരണകൂടം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുക്കൾ ആയി കണക്കാക്കുമെന്നും അത്തരം പ്രവൃത്തികൾ കഠിനമായ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതര കുറ്റമാണെന്നും ഇറാൻ അറ്റോർണി ജനറൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കലാപകാരികളെ സഹായിക്കുന്നവർ പോലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സർക്കാർ അനുകൂല മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളും പുറത്തുവന്നു കഴിഞ്ഞു.